പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നോമ്പുകാലം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഉത്കണ്ഠകളും ആകുലതകളൊക്കെ മാറിയുകൊണ്ട് യോഹന്നാൻ 3:3 പറയുന്നു, വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പുതിയൊരു സൃഷ്ടിയായി ഞാനും നിങ്ങളും മാറും. വിശ്വസിക്കുക കേട്ടോ. നമ്മുടെ ആകുലതകളെല്ലാം കർത്താവിനോട് കൊടുത്തോ. പർട്ടിക്കുലർ ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറരുത്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം, ജീസസ് ക്രൈസ്റ്റ്, ആ സ്വർഗം, യേശുവിനെ നമുക്ക് കാണണം, നമുക്ക് അമ്മോകം ദർശിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിലെ യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്, നേരിട്ട് നമുക്ക് കാണണം. നമ്മൾ ഈ പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ 1, 2, 3 നമ്മൾ തിരുവചനം 3, 4 ഒക്കെ തിരുവചനം നമ്മൾ ധ്യാനിച്ചു. എന്താ പറയുക, ആദ്യം എന്താ പറയുക, വെമ്പൽ കൊള്ളുന്നു സ്വർഗം, എന്താ പറയുക, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളെ നിർമ്മിതമല്ലാത്ത സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു, അതിനെ ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നു എന്ന് പറയുന്നു. അടുത്ത് പറയുന്നു, ഞാൻ നഗ്നനാണ്, പക്ഷെ അത് ധരിക്കുമ്പോൾ എൻ്റെ നഗ്നത ഇല്ലാതെ മാറും, പാപം ഇല്ലാതെ മാറും, ഒരു പുതിയൊരു അന്തരീക്ഷം വരും. അതിന് തുടക്കമായി ഇവിടെ ഈ ഭൂമിയിലെ എന്താ പറയുക, നഗ്നതയിൽ നിന്ന് മാറുവാൻ കർത്താവ് ആ ഒരു വചനത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് 5:5 എന്ന് പറയുന്നു, ഈ ലക്ഷ്യത്തിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നതോടുന്ന കാലം കർത്താവെന്ന് അകലെയാണെന്ന് ഞങ്ങൾക്കറിയാം. എനിക്ക് ശരി പറഞ്ഞെങ്കിൽ ശരി വരുന്നുണ്ട്. ശരി പറഞ്ഞു എന്താ പറയാ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അച്ചാരമായ ദൈവം തന്നു നമുക്ക്. അതിനുശേഷം പറയുന്ന ശരിക്കും സെന്റൻസിൽ അതോടെ വായിക്കുകയെ, ഈ ലക്ഷ്യത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ ലക്ഷ്യത്തിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമാക്കി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് 6-ാമത്തെ വചനം പറയാണ്, ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ വസിക്കുന്നിടത്തോളം കാലം കർത്താവിന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. വളരെ രസമാണ് പോയിട്ട് പറയുന്നത്. എന്താ വെച്ചെങ്കിൽ, ഞങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൽ വസിക്കുമ്പോഴും ഞാൻ കർത്താവിന് അകലെയാണ്. ആ കർത്താവിന്റെ ഒരു അകലം മാറ്റാൻ, പ്രത്യേകിച്ച് ഈ നോമ്പിലേക്ക് നമുക്ക് കടന്നു വരണം. നമ്മൾ ഇവിടുന്ന് മാറിപ്പോയാലാണ് നമ്മുടെ ആത്മാവ് യഥാർത്ഥ രക്ഷയിലേക്ക് കടന്നു. അതിന് സഹായകനായി വന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ പാപത്തിലേക്ക് വിടാതിരിക്കാൻ. പാപബോധം തന്നുകൊണ്ട്, നീതിബോധമല്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, പാപബോധം തരുന്ന പരിശുദ്ധാത്മാവ്, നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവ്. എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട്, ശരീരത്തിൽ ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ കർത്താവിൽ നിന്ന് അകലെയാണ്. നോക്കിയേ, അപ്പൊ എത്രമാത്രം ഞാനും നിങ്ങളും ബലപ്രയോഗത്തിലൂടെ സ്വർഗം കീഴടക്കാൻ പറ്റുമെന്നറിയാമോ? ഈ നോമ്പ് ആചരണം മാത്രമാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഈ 50 നോമ്പ് മാത്രമാണോ ദൈവം ആചരിക്കുന്നത്? 365 ദിവസം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ബലപ്രയോഗം നമ്മൾ നടത്തേണ്ടതുണ്ട്. പിശാചിന്റെ ആഗ്രഹത്തിൽ നിന്നും, സാത്താന്റെ ലോകത്തിന്റെ ആഗ്രഹത്തിലേക്ക് നമ്മളെ എന്താ പറയാ പീഡിപ്പിക്കുന്ന ഇതിൽ നിന്നും നമ്മൾ ബലപ്രയോഗത്തോടെ, പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തി തരണം, ഈ കുരിശിനെ പിടിച്ച് ചെല്ലുമ്പോൾ, ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, ഞാൻ കുമ്പസാരിക്കുമ്പോൾ, സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങ് ബലം നൽകണം, ഞാൻ വീണ് പോകാതിരിക്കാൻ. കാരണം ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞാൻ കർത്താവിൽ നിന്നും അകലെയാ. ഞാൻ പറഞ്ഞല്ലേ, പറയുന്നത്. അപ്പം കർത്താവിൽ നിന്ന് അകലെയായി ഞാൻ എന്താ പറയുക, നൂൽപ്പാലത്തോടെ നമ്മൾ പോകുന്നത്. എന്നെ മുന്നേ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, മൺപാത്രത്തിലെ നിധിയാണ് നമ്മൾ, ഏത് സമയം ഉടഞ്ഞു പോവും. അല്ലാതെ ഒരു 50 ദിവസം മാത്രം കഴുകപ്പെടേണ്ട ശരീരം ആത്മാവല്ല നമ്മള്. ഓരോ ദിവസവും 24 മണിക്കൂർ സമയം എനിക്കുള്ള സമയത്ത് ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ മാത്രം വിശുദ്ധീകരിക്കപ്പെടേണ്ടവരല്ല ഞാൻ. നിങ്ങൾ എനി ടൈം ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ പറയാ, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കാരണം എൻ്റെ ദൈവങ്ങളെ, നമുക്കിങ്ങനെ പാപബോധം എന്താ പറയുക, ദൈവം തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. കുറയുമ്പോൾ ചിലപ്പോൾ അതും തരില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ള തോന്നൽ വരും. ഇപ്പോൾ പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറയാണ്, അതായത് നിന്നെ വീഴ്ത്താൻ വേണ്ടി പൈശാചിക ശക്തി കടന്നു വരുമ്പോൾ നിന്റെ ആഗ്രഹങ്ങളെ നീ നിഗ്രഹിക്കണം. നമ്മൾ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ ആത്മാവിനാൽ നിഗ്രഹിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ 50 നോമ്പ് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം നടക്കുന്നത്. ഓരോ ദിവസവും ഈ നോമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വീഴാതെ ആ ലക്ഷ്യത്തിലേക്ക് ഞാനും നിങ്ങളും കൈപ്പിടിച്ചു കയറണം. അതായത് വളരണം. പലപ്പോഴും ഞാനും അടക്കമുള്ള ചില ആത്മീയ നേതൃത്വം പലപ്പോഴും നമ്മളെ ചില ആളുകൾ കൂടാൻ വേണ്ടി അങ്ങനെ ചില സ്ഥലങ്ങളിൽ ആളുകൾ കൂടാൻ വേണ്ടി, സിനിമയ്ക്ക് ആൾക്കാർ കൂടണമെങ്കിൽ കുറെ പരസ്യങ്ങൾ വേണം. എന്തുപോലെ ധ്യാനങ്ങളുടെ വാൾ പോസ്റ്റുകൾ, റോഡ് മുഴുവൻ കൺവെൻഷനുകൾ, ആ ശുശ്രൂഷ ഈ ശുശ്രൂഷ, കാരണം പല വിധത്തില് ഞാൻ പറഞ്ഞില്ല, ഞാനതിന്റെ എൻ്റെ കൂടെ അതായത് ജനത്തെ ഏതൊക്കെ തരത്തില് ആകർഷിക്കപ്പെടണമോ അവിടേക്ക് ധ്യാനമന്ത്രങ്ങളിലേക്കും അങ്ങനെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടേണ്ടി ഇവിടുത്തെ ശുശ്രൂഷ അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഫസ്റ്റിൽ തുടങ്ങി പറഞ്ഞ പോലെ ഇന്ന വചനം ഏറ്റു പറഞ്ഞ് ഇന്ന സമയത്ത് ഏറ്റു പറഞ്ഞാൽ മതി, ഇന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അട്രാക്ഷൻ വരാം. പക്ഷേ യഥാർത്ഥ ഒരു ബോധ്യത്തിലേക്ക്, യഥാർത്ഥ ഒരു വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകും. ഈ ലോകത്തിലെ ദൈവം തരുന്ന എല്ലാം നശിച്ചു പോകും. ഞാനും മരിക്കും. പക്ഷേ മാമോദീസയോടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് എന്നെ കൈ പിടിച്ച് ആ ദൈവത്തിന്റെ മുഖം ദർശിക്കുന്ന ഒരു ദിവസം എനിക്ക് ഉണ്ട്. ഈ ഒരു ബോധ്യത്തോടെ ഞാനും നിങ്ങളും ഈ നോമ്പ് ആചരിക്കാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ദൈവങ്ങളെ വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും ഞാനത് കുറേ ഭാഗങ്ങളിൽ കിടപ്പുണ്ടല്ലേ. നമുക്ക് ഈ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് 2 ദിവസം 5 1 2 3 4 5 6 വചനങ്ങളൊക്കെ നമ്മൾ നടക്കുന്നു വായിച്ച് കൂടുതൽ അഭിഷേകത്തിൽ നമുക്ക് തരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.